നിലവിൽ നിങ്ങൾക്ക് ഈ കുന്നത്തുമലയിൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടല്ലോ? നമുക്ക് ബുദ്ധിമുട്ടൊന്നും. അത് എംഎൽഎയുടെ മണ്ടയിൽ കൊണ്ടിടാനുള്ള ശ്രമമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. നിലവിൽ നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. കുടിവെള്ളം നമുക്ക് കിട്ടും. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരാതി നൽകേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞ വാർത്ത മാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആണ് ഇട്ടത്. എംഎൽഎ അടക്കം ഇടപെട്ടുകൊണ്ട് കളക്ടറേറ്റിൽ നിന്ന് ഉത്തരവ് വന്നാലുടനെ തന്നെ ആദ്യം ഒന്നാമതായി വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് ചെമ്പരത്തി പഞ്ചായത്തിന്റെ കുന്നത്തുമലയാണ്. ഇപ്പൊ ഒരു രാഷ്ട്രീയം മുതലെടുപ്പ് തന്നെയാണ് ഇവിടെ നടന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായിരിക്കുള്ളതാണ് വിശ്വാസം. ഇപ്പൊ നമുക്ക് വാർത്തയുടെ യഥാർത്ഥ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. വർക്കലയിൽ കുന്നത്തുമല നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തെ ചൊല്ലി വർക്കല നിയോജക മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര മുറുകുകയാണ്. എംഎൽഎ പ്രദേശത്തുകാർക്കായി ഒന്നും ചെയ്തില്ല എന്ന് കാണിച്ച സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് വി ജോയി എംഎൽഎ പ്രതികരിച്ചിരുന്നു. ഉയർന്ന പ്രദേശമായ കുന്നത്തുമലയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള കർമ്മ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി കമ്മീഷൻ നടപടികൾ ഉടൻ നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുന്നത്തുമലയേക്കാൾ ഉയരത്തിൽ വാട്ടർ ടാങ്ക് വേണം. ആ വാട്ടർ ടാങ്കിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കൂടി ഹൈറ്റിൽ പുതിയ വാട്ടർ ടാങ്ക് നിർമ്മിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട പദ്ധതി. അങ്ങനെ വാട്ടർ ടാങ്ക് നിർമ്മിച്ചാൽ നമുക്ക് കുന്നത്തുമലയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണ് 2,48,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ ചെയ്തത്. 2 കോടി രൂപയ്ക്ക് ടെൻഡർ ഒരു കോൺട്രാക്ടർ എടുത്തു. പുതിയ വാട്ടർ ടാങ്കിന്റെ വർക്ക് നടന്നു വരികയാണ്. 90% വർക്ക് പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പൊ ഇതാണ് വസ്തുത എന്നിരിക്കെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി വാട്ടർ ടാങ്കിന്റെ ഹൈറ്റ് കൂട്ടി അതിന്റെ കപ്പാസിറ്റി കൂട്ടി പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതിന് കുന്നത്തുമല നിവാസികൾക്ക് ഉപയോഗപ്പെടുന്ന തരത്തിൽ ആ പദ്ധതി പ്ലാൻ ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ പെട്ടെന്ന് ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മെമ്പറായ ഒരാൾ രാഷ്ട്രീയമായി ഇതിനെ കണക്കാക്കി അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എന്നാൽ അവിടെ കൂടിയ അമ്മമാരും സഹോദരിമാരും പറഞ്ഞ കാര്യങ്ങൾ പോലും ഈ പ്രാദേശിക ചാനലിന്റെ ആളുകൾ ഉൾക്കൊണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അതിനകത്ത് വേറെ ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുമായി എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഓൺലൈൻ ചാനലിനെ മുൻനിർത്തി ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു പഞ്ചായത്ത്, ചെമ്മരുതി പഞ്ചായത്ത് പ്രസിഡന്റും അവിടുത്തെ ഒരു മെമ്പറും ചേർന്ന് കുന്നത്തുമലയിലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് മീഡിയയ്ക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ 2 കോടിയിലധികം രൂപ ചെലവഴിച്ചുള്ള വാട്ടർ ടാങ്കിന്റെ പ്രവർത്തനം ഇപ്പോ ഏതാണ്ടൊരു 70-80% പൂർത്തിയായിട്ടുണ്ട്. വാട്ടർ ടാങ്ക് നമ്മുടെ പട്ടികജാതി ITയുടെ സമീപത്താണ് ആ ടാങ്കിന്റെ പ്രവർത്തനം നടന്നു വരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. വാസ്തവവിരുദ്ധമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശരിയായ രീതിയല്ല. അത് ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരാതി നൽകേണ്ടതായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഇലക്ഷൻ കമ്മീഷനും പോലീസിനും ഇത്തരം വ്യാജ പ്രസ്താവനകൾക്കെതിരെ, വാർത്തകൾക്കെതിരെ പരാതി നൽകുന്നത്. നാട്ടുകാരുടെ പ്രതികരണത്തിന്റെ ഒരു ഭാഗം മാത്രം കാണിച്ച് തന്നെ മോശക്കാരനാക്കാൻ ശ്രമിച്ചവർക്കെതിരെ ഇലക്ഷൻ കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്നാണ് എംഎൽഎ പ്രതികരിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആരോപണവുമായാണ് എംഎൽഎ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വ്യാജ വീഡിയോ നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും ചെമ്മരുതി പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പണം നൽകിയെന്നാണ് എംഎൽഎയുടെ ഗുരുതരമായ ആരോപണം. നിലവിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന്റെ കാരണം എന്താണ്? അതിനെപ്പറ്റി നമുക്ക് വ്യാജ വാർത്തയാണെന്ന് നമുക്ക് അങ്ങനെ തോന്നാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കണില്ല. നിലവിൽ നിങ്ങൾക്ക് ഈ കുന്നത്തുമലയിൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടല്ലോ? നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. വെള്ളം 2 ദിവസം വരാതിരുന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ള ദിവസങ്ങളിൽ കിട്ടായിട്ടുമുണ്ട്. അല്ലാതെ തന്നെ പഞ്ചായത്ത് മുഖേന വെള്ളം വന്നിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ ടാങ്ക് വഴിയും ഒക്കെ വെള്ളം കൊണ്ട് ഇഷ്ടംപോലെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ആർക്കും വെള്ളം കിട്ടിയില്ല എന്ന് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇവിടെ കുഴൽക്കിണറും അതുപോലെ 2 കോടിയുടെ പദ്ധതിയായിട്ട് വാട്ടർ ടാങ്കും വന്നെന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് ശരി തന്നെയാണ്. ഇത് വന്ന് എംഎൽഎ മറ്റേ പകർമല വന്ന് ഇത് കെട്ടിയിട്ടിട്ട് പോയതേ ഉള്ളൂ. അതിലൊരു തുള്ളി വെള്ളം ആർക്കും കൊടുക്കാൻ ഈ പൈപ്പ് ലൈൻ ഇടാൻ അവർ ശ്രമിച്ചിട്ടുമില്ല.
ചെയ്തിട്ടുമില്ല അവർ. ഗവൺമെന്റ് ITIയിലെ ടാങ്ക് വഴി കുടിവെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ തുരങ്കം വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ വർക്കല കഹാർ MLA ആയിരിക്കുമ്പോൾ അവിടെ പണിത ഒരു വാട്ടർ ടാങ്കിന് വേണ്ടി പണിത കോൺക്രീറ്റ് കുറ്റികൾ അവിടെ നിൽപ്പുണ്ട്. തന്റെ കാലത്ത് ചെയ്യാൻ പറ്റിയില്ല. ഈ കാലത്ത് വർക്കലയുടെ സമീപത്തുള്ള പഞ്ചായത്തുകളിലും പ്രത്യേകിച്ചും ഈ ഉയർന്ന പ്രദേശമായിട്ടുള്ള കുന്നത്തുമലയിലും വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ടാങ്കിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അതിനുവേണ്ടി വെച്ച പണം അത് കുന്നത്തുമലയിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? യഥാർത്ഥത്തിൽ കുന്നത്തുമലയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടാങ്കിന്റെ ഹൈറ്റ് കൂട്ടിയതും വലിയ കപ്പാസിറ്റിയോട് കൂടിയിട്ടുള്ള ടാങ്ക് നിർമ്മിക്കുന്നതും. ഇതൊന്നും അറിഞ്ഞുകൂടാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് MLA ഈ പൈസ ഇവിടെ ചെലവഴിച്ചില്ല എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ഇത്രയും കള്ളം പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പറെ ഞാൻ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ. ഇതാണ് നിങ്ങൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി മുൻ MLA ചെയ്ത മുകളിലൊന്നുമില്ലല്ലോ, ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇതിനൊരു അറുതി ഇവിടെ കാണിച്ചിട്ടുമില്ല. താഴെ ഒരു ടാങ്ക് കെട്ടിയിട്ടുണ്ട് കുളത്തിന്റെ അവിടെ, അത് അതേപോലെ കിടക്കും. ഇതാണ് അന്ന് കഹാർ MLA നിങ്ങൾക്കായി സംഭാവന ചെയ്ത്. പക്ഷെ മുകളിൽ വാട്ടർ നിറയ്ക്കാനുള്ള സംവിധാനം അത് ചെയ്തിട്ടില്ല, അത് കളഞ്ഞിട്ട് പോയി. ഒരു രാഷ്ട്രീയ നാടകം തന്നെയാണ് ഇവിടെ അരങ്ങേറിയത്. നമുക്ക് തോന്നുന്നുള്ളൂ അത് കണ്ടിട്ട്. കൂടുതൽ സമയം പിന്നെ നമ്മളെ കഹാർ MLA ആണ് ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഇവിടെ എൻ്റെ നോട്ടത്തിൽ ഒരു വികസനവും നമുക്ക് എടുത്തു പറയാൻ ഒരു കാര്യവും ഇവിടെ നടത്തിയിട്ടില്ല. അവസാന ഘട്ടത്തിൽ 1 കോടി രൂപ പുള്ളിക്കാരന് ഈ കുന്നത്തുമലയിലേക്ക് അനുവദിച്ചു എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് ആ 1 കോടി രൂപയും കണ്ടില്ല. പിന്നെയാണ് പുള്ളിക്കാരൻ തോക്കുന്നത്. അതിനുശേഷമാണ് ജോയി വരുന്നത്. പരമാവധിയൊക്കെ നോക്കി രണ്ടാമത്തെ ഭരണസമിതിക്ക് പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു. കുഴൽ കിണർ അടിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങേർക്ക് 2 കോടി രൂപയിൽ പഞ്ചായത്തിലേക്ക് അനുവദിച്ചെന്ന് പറയുന്ന ആ പൈസയിൽ അങ്ങേര് ചെയ്തതാണ്. ഈ പൈസ ഇട്ട് ഒരു ഭയങ്കരമായ ഒരു ടാങ്ക് കെട്ടിപ്പൊക്കെയാണ് ഈ കുന്നത്തുമലയിൽ നിന്നും ഉയരമുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വെള്ളം കിട്ടൂ. എന്നാൽ MLAയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ രാജേഷ്. കുന്നത്തുമലയുടെ പേരിൽ ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചതിനെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ലെന്നാണ് രാജേഷിന്റെ പ്രതികരണം. ഇവിടുത്തെ ഈ കുടിവെള്ള പദ്ധതി അതിനെ മറച്ചു വെച്ചുകൊണ്ട്, അതായത് അതിന് നടത്തിയ നിർമ്മാണ പ്രവർത്തനം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളൊരു വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് നിലവിലെ MLA കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി ആരോപിച്ചു. വിഷയത്തിൽ പ്രതികരണം. നമ്മുടെ ഒരു വീഡിയോയും പ്രചരിപ്പിച്ചിട്ടില്ല. ഇനി രണ്ടാമത് ഈ കുന്നത്തുമല കുടിവെള്ള പദ്ധതി എന്നത് അദ്ദേഹത്തിന്റെ വികസന നേട്ടങ്ങളിൽ അദ്ദേഹം ചെമ്മരുതി പഞ്ചായത്തിന്റെ രണ്ടാമതായിട്ട് കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് കുന്നത്തുമല കുടിവെള്ള പദ്ധതിക്ക് 2 കോടി രൂപ. കുന്നത്തുമല കുടിവെള്ള പദ്ധതി എന്നൊരു പദ്ധതി എന്റെ അറിവിൽ കേരളത്തിൽ എങ്ങും നിലവിലില്ല, ചെമ്മരുതിയിലില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരക്കാം, അന്വേഷിക്കാം. ഈ വട്ടപ്ലാമൂടിൽ ITIയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടാങ്കിന്റെ പേര് കുന്നത്തുമല കുടിവെള്ള പദ്ധതി എന്നല്ല. ചെമ്മരുതി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് വട്ടപ്ലാമൂടിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഉടനെ ഒന്നും അതിനകത്ത് ജലവിതരണം നടക്കൂല. ഈ പമ്പ് ഹൗസിന്റെ കീഴാറ്റിങ്ങലിലെ വാമനപുരം പദ്ധതിയിൽ എടുക്കേണ്ട പമ്പ് ഹൗസിൽ സ്ഥലം പോലും ഇതുവരെ എടുത്തിട്ടില്ല. ഇതോടെ വരും ദിവസങ്ങളിൽ വർക്കലയിൽ രാഷ്ട്രീയ വാക്പോര കൂടുതൽ ശക്തമാകുമെന്ന ഉറപ്പായി. വിസ്മയ ന്യൂസ്, വർക്കല.